ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള പുഡിംഗാണ്. അപ്പോൾ കുറച്ച് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഡീറ്റെയിലിംഗ് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ബാറ്റർ തയ്യാറാക്കുകയാണ്. അതിനായിട്ട് നമ്മളൊരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മധുരത്തിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മളൊരല്പം ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കോൺഫ്ലോറൊക്കെ ചേർത്തത് കൊണ്ട് നന്നായിട്ടൊന്ന് കുറുകി വരും. അതുപോലെ പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോഴാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇത് ചൂടായി കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചൂടാറി കഴിയുമ്പോൾ പുഡിംഗ് ട്രേയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഗ്ലാസ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചൂടാറണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഒഴിച്ച് കൊടുത്ത് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അടുത്ത ലെയറിനായിട്ട് നമ്മൾ വീണ്ടും ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലും 2 സ്പൂൺ അളവിൽ കോൺഫ്ലോർ, 3 സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ, മധുരത്തിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഇളക്കിയെടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ ഇതും ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ കുറുക്കിയെടുക്കുന്നുണ്ട്. നേരത്തേതിനേക്കാൾ ഒരു ഇത്തിരി കൂടി തിക്കായിട്ടാണ് ഈ ഒരു ബാറ്റർ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു തിക്നെസ് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫസ്റ്റ് ലെയറിന് മുകളിലാക്കിയിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തിട്ട് മുകളിലായിട്ട് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്കിതുപോലെ ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റോട് കൂട്ടിയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും മറ്റുള്ളവരിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.